ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന രാവിലെ 5 മണിക്കും രാത്രി 7 മണിക്കും ആണ് സാധാരണയായി അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ട് അത് ഇന്നത്തെ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതാത് ദിവസത്തെ വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ വലതുഭാഗത്ത് ഒരു ഐക്കണുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ വരും. ഓൾ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതേസമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിനാൽ ശ്രദ്ധിക്കുക. പലർക്കും വീഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ ചെയ്തു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞങ്ങളുടെ വീഡിയോ കണ്ട് അത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കും. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ഈ രാത്രിയിൽ നമുക്ക് സുഖമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 17:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിഷ്കളങ്കൻ്റെ പ്രതിഫലം. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവി ചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലത്ത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമേ, സകല അനർത്ഥങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ പീഡനങ്ങളിൽ നിന്നും, സകല ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കാത്തു പരിപാലിക്കുന്ന ഈശോനാഥ, ഈ രാത്രിയിൽ ഞങ്ങൾ നിൻ്റെ കരം പിടിച്ച് ഉറങ്ങാൻ കിടക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ നീ തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം ഞങ്ങളുടെ മനസ്സിന്, ശരീരത്തിന്, അന്തരാത്മാവിന്, ഹൃദയത്തിന്, ഇന്ദ്രിയങ്ങൾക്ക് നിനക്ക് മാത്രമേ ഞങ്ങളെ പരിപൂർണമായി സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, രോഗികളായ എല്ലാവരുടെയും മേൽ കരുണ ചൊരിയുന്ന നാഥ, ഈ രാത്രിയിൽ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തല മുതൽ പാദം വരെയുള്ള
ഓരോ ശരീര അവയവങ്ങൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്ക് നീ സൗഖ്യം തരണമേ. കർത്താവേ, പല്ലുവേദനയുള്ള ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പിഞ്ചു കുഞ്ഞ് ദൈവമേ വയറ്റിൽ നിന്ന് പോകാതെ ഒത്തിരിയധികം മരുന്ന് കഴിച്ചിട്ടും വേദനിച്ചിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കരം ആ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ നീ തൊടണമേ. നീ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് സൗഖ്യവും സമാധാനവും ഈ രാത്രിയിൽ നല്ല ഉറക്കവും കൊടുക്കണമേ. കർത്താവേ, നിൻ്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് നിൻ്റെ അത്ഭുത സൗഖ്യം നീ നൽകി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എപ്പോഴൊക്കെ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നീ ചെവി ചായിച്ച് ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവേ, അതിനാൽ ഞങ്ങൾ ഭയപ്പെടില്ല. എന്തെന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളത് ഞങ്ങളുടെ അധരങ്ങൾ വഴി ഓരോ വാക്കും പുറപ്പെടുന്നതിന് മുൻപ് നീ അവയെ അറിയുന്നുണ്ട്. കർത്താവേ, നീ ഞങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾ പോലും, ഒരു ചെറിയ ആഗ്രഹം പോലും നീ അറിയുന്നുണ്ട്. എന്തെന്നാൽ നീ ഞങ്ങളോട് അത്രമാത്രം അടുത്താണ്. നീ ഞങ്ങളോട് അത്രമാത്രം സ്നേഹത്തോടെയാണ് ഞങ്ങളെ കരുതുന്നതും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതും. കർത്താവേ, ഞങ്ങളുടെ കൂടെയുള്ള നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാ ശാരീരിക രോഗങ്ങളിൽ നിന്നും പ്രത്യേകം ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്ന്, ഞങ്ങളെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. നിൻ്റെ വലത്ത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി ഞങ്ങളുടെ മേൽ പ്രദർശിപ്പിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ഭയവും വിഷമങ്ങളും ദുഃഖവും മറന്ന് കർത്താവിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടാൻ ആവശ്യമില്ല, ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവായ ദൈവം എന്നെ കരുതുന്നുണ്ട്. എനിക്കൊരു കുറവും വരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഞാൻ അവിടുത്തെ കരം പിടിച്ച് നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. എന്തെന്നാൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുന്ന എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. അതിനാൽ ആ കരം പിടിച്ച് ഞാൻ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങും. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ എൻ്റെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ, നാളത്തെ എല്ലാ ആവശ്യങ്ങളെ, നാളത്തെ സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ മടിയിൽ തല ചായ്ച്ച് സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ശാരീരിക സൗഖ്യം നൽകണമേ. കർത്താവേ, സകലതും ഞങ്ങൾ നിന്നിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ പ്രത്യേകം കാത്ത് പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കുത്തരം നൽകുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ നിൻ്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ദൈവീകമായ ആനന്ദവും സമാധാനവും സ്നേഹവും നൽകി സൗഖ്യം നൽകി നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ അവിടുന്ന് അതിരാവിലെ നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.